ഒരു കാര്യം ഇങ്ങ് കേൾക്കണോ? ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ 7 മാസമായിട്ട് ഇവർ രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പൊ 7 മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്, അത് വേറെ കാര്യം. 7 മാസമായി റിലേഷൻ ആയിട്ട് എന്നും പിന്നെ അപ്പോൾ ഈ കല്യാണം എൻഗേജ്മെന്റ് ഉറപ്പിക്കണം എന്ന് ഈ ജാസ്മിന് ഭയങ്കര ഇതായിരുന്നു, വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു, അങ്ങനെ എൻഗേജ്മെന്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണോ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോണൊക്കെ ചെയ്തു. അതിൻ്റെ മുമ്പൊക്കെ വിളിഞ്ഞ എത്രയോ വട്ടം വിളിച്ചു കണ്ട് എന്നോട് ചോദിക്കും പറയുകയൊക്കെ ചെയ്ത, എത്രയോ വട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട്, കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം എൻ്റെ ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല, എനിക്ക് ഇന്നെ തന്നെ വേണം, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ എന്നിട്ടും ആളോട് പറയുന്നത് എനിക്ക് വേണ്ട, ഞാനത് അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ്, ഇനി ഞാനിതിലേക്ക് വരൂല, ഒരു ഹോപ്പും ഇല്ല, ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല, ഈ വേറെ എന്തോ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഫ്സലിന്റെ കാര്യം പറഞ്ഞ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാതെ. അപ്പൊ ഞാൻ ഏതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ്. പിന്നെ എൻ്റെ വേക്കിൽ നടക്കാൻ നിൽക്കണ്ട, ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല. പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല. എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെന്റ്, അതായത് ലവറായിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ്. അപ്പൊ അത് അവനെ അത്രയും നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ വട്ടം.